ഹായ്, ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് മുൻവർഷം ചോദിച്ചതായ കുറച്ച് ചോദ്യങ്ങളാണ്. സാധാരണ രീതിയിൽ എറർ പാർട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. കൂടുതലായിട്ടും ബാങ്ക് പരീക്ഷകൾക്കും അതുപോലെ തന്നെ SSC എക്സാമിനൊക്കെ നമ്മളോട് ചോദിക്കുന്നത് എറർ നോക്കാൻ വേണ്ടിയിട്ടാണ്, എറർ പാർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പ്രകാരം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടയർ 1ൻ്റെ ക്വസ്റ്റ്യനിൽ എറർ നോക്കാൻ വേണ്ടിയിട്ടാണ്. എറർ നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സം പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് മേ ഹാവ് എറേഴ്സ്. ചിലപ്പോൾ തെറ്റുണ്ടാവാം, ചിലപ്പോൾ തെറ്റില്ലാതെ ഇരിക്കാം. തെറ്റുണ്ടോ തെറ്റില്ലയോ എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഫൈൻഡ് ഔട്ട് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഹാസ് ആൻ എറർ ആൻഡ് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഇഫ് എ സെൻറ്റൻസ് ഈസ് ഫ്രീ ഫ്രം എറർ സെലക്ട് നോ എറർ. തന്ന വാചകത്തിൽ തെറ്റൊന്നുമില്ല എങ്കിൽ എന്ത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? നോ എറർ എന്നത്. ദ ടു മെൻ വെയർ ക്വാറലിംഗ് വിത്ത് വൺ അനദർ ക്ലെയിമിംഗ് ദ സെയിം വാച്ച് ആസ് ദെയർ ഓൺ. ഇവിടെ വന്നിരിക്കുന്ന തെറ്റെന്താണ്? രണ്ടാമത്തെ ഭാഗത്താണ് തെറ്റുള്ളത്. അതായത് രണ്ടാമത്തെ സെക്ഷൻ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്താണ് തെറ്റ് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലെ തെറ്റെന്താ? ക്വാറലിംഗ് വിത്ത് വൺ അനദർ എന്നല്ല വേണ്ടത്. ക്വാറലിംഗ് വിത്ത് വൺ അനദർ എന്നത് പ്രയോഗം തെറ്റാണ്. അവിടെ ആ പ്രയോഗത്തിൽ വേണ്ടത് ക്വാറലിംഗ് വിത്ത് ഈച്ച് അതർ എന്നാണ്. ക്വാറലിംഗ് വിത്ത് ഈച്ച് അതർ. രണ്ടാമത്തതും എറർ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സം part of the sentence may have errors. Find out which part of the sentence has an error and select the appropriate option. If a sentence is free from error, select no error. Everybody knows that Bhutan is the most peaceful of all other countries of the world എന്നാണ്. അവിടെ തെറ്റുള്ളത് എന്താ? ഓഫ് ഓൾ അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നല്ല വേണ്ടത്. ഓഫ് ഓൾ അതർ കൺട്രീസ് ഇൻ ദ വേൾഡ് എന്നാണ്. ഓഫ് ഓൾ അതർ കൺട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് എന്നാണ് അവിടെ വേണ്ടത്. അപ്പോൾ തെറ്റ് കിടക്കുന്ന ഭാഗം എവിടെയാണ്? തെറ്റ് കിടക്കുന്ന ഭാഗം മൂന്നാമത്തെ പാർട്ടിലാണ്. മൂന്നാമത്തെ പാർട്ടിൽ. അപ്പോൾ സ്ലാഷ് ഇട്ടിട്ട് നമ്മൾ 3 എഴുതിയിട്ടുണ്ട്. ആ ഭാഗത്തിലാണ് തെറ്റ് കിടക്കുന്നത് ഉള്ളത്. നെക്സ്റ്റ് വണ്ണും എന്താണ്? യെസ്, ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ the sentence given with a blank to be filled with an appropriate word. Select the correct alternative out of the 4 and indicate it by selecting the appropriate option. ഇത് ഡബിൾ കമ്പാരിറ്റീവ്സ് എന്ന പാർട്ടിൽ നിന്നും വന്നിരിക്കുന്ന ഡബിൾ കമ്പാരിറ്റീവ്സ്. ദ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ദ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ഇപ്പോൾ ആദ്യ പാർട്ടിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന് വന്നു. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ എന്താ വരുന്നത്? രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താ വരിക? ദ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ വാചകത്തിൽ ദ മോർ എന്ന് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് എന്നതല്ല, ഇറ്റ് എന്നതാണ്. ഇറ്റ് എന്നത് ഏകവചനാണോ ബഹുവചനാണോ എന്നാണ് അറിയേണ്ടത്. ഇറ്റ് എന്നത് ഇത് അല്ലെങ്കിൽ അത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇത് അല്ലെങ്കിൽ അത്. എന്നാൽ ദിസ് എന്നതിന് ഇത് എന്നും ദാറ്റ് എന്നതിന് അത് എന്നുമേ അർത്ഥമുള്ളൂ. ഇറ്റിന് ഇത് എന്നും എടുക്കാം, അത് എന്നും എടുക്കാം. അപ്പോൾ ഇറ്റ് എന്നത് സിംഗുലറാണോ പ്ലൂറലാണോ? ഇറ്റ് എന്നത് സിംഗുലറാണ്. അപ്പോൾ ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? അവിടെ ഏകവചന ക്രിയയാണോ വേണ്ടത് ബഹുവചന ക്രിയയാണോ വേണ്ടത് എന്നാണ് ചോദ്യം. ആൻസർ ബിക്കംസ് എന്നാണ്. ഇറ്റ് എന്നത് സിംഗുലറാണ്, അന്നേരം ക്രിയയും എന്തായി മാറണം? സിംഗുലറായി മാറണം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ദ സെൻറ്റൻസ് ഗിവൺ വിത്ത് ബ്ലാങ്ക് ടു ബി ഫിൽഡ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് വേർഡ്. സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് ദ 4 ആൻഡ് ഇൻഡിക്കേറ്റ് ഇറ്റ് ബൈ സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. നെഹ ഹാസ് ബീൻ ക്രയിങ്. നെഹ ഹാസ് ബീൻ ക്രയിങ് ഡാഷ് മോർണിംഗ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? സിൻസ് ആണോ 4 ആണോ വേണ്ടത് എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പോയിൻ്റ് ഓഫ് ടൈം ആണ് അവിടെ തന്നിരിക്കുന്നത്. ബിഫോർ പോയിൻ്റ് ഓഫ് ടൈം ഓർ വെൻ ആൻ ആക്ഷൻ സ്റ്റാർട്ട്സ് ഇൻ ദി പാസ്റ്റ് ദർ വി യൂസ് സിൻസ്.
സിൻസ് എന്നതൊരു പ്രെപ്പസിഷനാണ്, പ്രീ പൊസിഷൻ എന്നതാണ്. മോർണിംഗ് എന്നതിൻ്റെ മുൻപിലായിട്ട് രാവിലെ എന്നതിനെ നമ്മൾ പറയുന്നതാണ് മോർണിംഗ് എന്നത്. മോർണിംഗ് എന്നതിൻ്റെ മുൻപിലാണ് ഏത് ചേർത്തിരിക്കുന്നത്? സിൻസ് ചേർത്തിരിക്കുന്നത്. ആൻസർ സിൻസ് എന്നാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചോദ്യം, ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 ആൾട്ടർനേറ്റീവ് സെലക്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് ഒപ്യുലൻറ്റ് എന്നാണ്. ഒപ്യുലൻറ്റ് എന്നതാണ്. ഒപ്യുലൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഒപ്യുലൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം റിച്ച് എന്നാണ്. തന്നിരിക്കുന്ന വാചകത്തിൽ ഏറ്റവും ഉചിതമായ വേർഡാണ് എടുക്കേണ്ടത്. ഒപ്യുലൻറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് റിച്ച് എന്നാണ്. അടുത്ത് നോക്കിയേ, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 4 ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ. മൊറോസ് എന്നാണ്. മൊറോസ് എന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. ഗ്ലൂമി എന്നാണ്. മൊറോസ് എന്ന വാക്കിൻ്റെ മീനിങ് ഗ്ലൂമി എന്നാണ്, മൊറോസ്. അടുത്തത് അമേരിക്കൻ ഉച്ചാരണമുണ്ട്, ബ്രിട്ടീഷ് ഉച്ചാരണമുണ്ട്. ബ്രിട്ടീഷ് ഉച്ചാരണവും അമേരിക്കൻ ഉച്ചാരണവും വരുന്ന ഒരു പദമാണ് ഇനി നമുക്ക് ഉള്ളത്. അപ്പോൾ ആ വാക്കിൻ്റെ മീനിങ് ആണ് ചോദ്യം. അത് ഏക്ക് എന്നാണ് ഉച്ചരിക്കുക. ഏക്ക് എന്ന വാക്കിൻ്റെ മീനിങ് ഓപ്പോസിറ്റ് ആണ് ചോദ്യം അല്ലേ. സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ. ഏക്ക് എന്നാണ്. ഏക്ക് എന്നതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പ്ലീസ് എന്നാണ്. പ്ലീസ്. ഏക്ക് എന്നതിൻ്റെ മീനിങ് പ്ലീസ് എന്നാണ്. ഏക്ക്. അടുത്തായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രോട്ടസ്ക് എന്നാണ്. ഗ്രോട്ടസ്ക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ. ഗ്രോട്ടസ്ക് എന്നാണ്. ഗ്രോട്ടസ്ക് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഓപ്പോസിറ്റ് മീനിങ് പ്ലെയിൻ എന്നാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഓർ ഫ്രേസ്. ഒരു പദശൈലി ചോദിക്കാം, ഒരു ഭാഷാശൈലി ചോദിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കില്ല ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ടു കീപ്പ് ദ വൂൾഫ് ഫ്രം ദ ഡോർ എന്നാണ്. ആ ഇഡിയത്തിൻ്റെ മീനിങ് ആണ്. തന്നതിൽ ഏറ്റവും ഉചിതമായ ഉത്തരം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവോയ്ഡ് സ്റ്റാർവേഷൻ എന്നാണ്. അവോയ്ഡ് സ്റ്റാർവേഷൻ എന്നാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ 4 ആൾട്ടർനേറ്റീവ്സ്. ഇത് തന്നെയാണ് നമ്മൾ കാണുക ഏറ്റവും കൂടുതലായിട്ട്. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ഓർ ഫ്രേസ്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താ? 2 ഇഡിയം ചോദിക്കുന്നു, 2 ഓപ്പോസിറ്റ് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ടീത്തിങ് പ്രോബ്ലംസ് എന്നാണ്. ടീത്തിങ് പ്രോബ്ലംസ് എന്നതുമായി ബന്ധപ്പെട്ട് ചിലർ വിചാരിക്കാം ഓറൽ പ്രോബ്ലംസോ. പക്ഷേ അതല്ല SSCൻ്റെ പരീക്ഷയ്ക്ക് ആൻസറായിട്ട് നമ്മൾ എടുക്കുന്നത്. പ്രോബ്ലംസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ പ്രൊജക്റ്റ് എന്നാണ്. ന്യൂ പ്രൊജക്റ്റ്, ഒരു പുതിയ സംരംഭം നമ്മൾ ആരംഭിക്കുമ്പോൾ അതിലുണ്ടായേക്കാവുന്ന തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകളെയാണ് ടീത്തിങ് പ്രോബ്ലംസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ എയ്സിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.